വ്യക്തിപരമായിട്ട് നോക്കിയാലും പ്രൊഫഷണലി നോക്കിയാലും ഒരുപാട് സന്തോഷമുള്ള ചില കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് അവതരിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഹൈദരാബാദിലേക്ക് പോയത്. ഇല്ലേ ടോമേ? അതെ, എനിക്കറിയാം. ഞാനും ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണ് ഈ പ്രോജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് പോയത്. അവിടെ ചെന്നപ്പോഴത്തേക്കും എന്താ പറയുക, അവിടുത്തെ ഈ ആംബിയൻസും കാര്യങ്ങളും എല്ലാം സൂപ്പറായിരുന്നു അല്ലേ? എൻജോയ് ചെയ്തില്ലേ? അതെ. എന്നിട്ട് എൻ്റെ നിർദ്ദേശപ്രകാരം ടോം കൃത്യമായിട്ട് എല്ലാ പ്രോജക്റ്റും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവതരിപ്പിക്കുകയും അതിന് എനിക്ക് അഭിനന്ദനം കിട്ടുകയും ചെയ്തു. ഇല്ലേ ടോമേ? എൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് മാത്രമാണ് അവിടെ വെച്ച് ഇത്രയും നന്നായി നമുക്ക് ഈ പ്രോജക്റ്റ് പ്രസന്റ് ചെയ്യാൻ സാധിച്ചത്. ഇതൊരു വലിയ സക്സസ് ആയി മാറ്റാൻ നമുക്ക് സാധിച്ചത്. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മുടെ വെന്നിക്കൂടി അവിടെ പാറിച്ചു. ഇയാള് വെന്നിക്കൂടി അറിയിക്കാൻ യുദ്ധത്തിനാണ് ഇവിടുന്ന് പോയത്. അല്ല സാറേ, കേട്ടപ്പോ തന്നെ ഒന്ന് ചാർജ് ആയെന്ന് പറഞ്ഞു. സാർ ബാക്കി പറഞ്ഞു. അതായത് ഞാൻ പറഞ്ഞല്ലോ, ടോമിന്റെ നിർദ്ദേശപ്രകാരം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അവിടുത്തെ നമ്മുടെ ഹൈദരാബാദിലെ കമ്പനിയുടെ MD-ക്കും എല്ലാവർക്കും ഒരുപാട് സന്തോഷമായി. ഇനിയും നമ്മളെ ഈ പ്രോജക്റ്റ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. ബോസ് ഇല്ലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു. തെണ്ടിപ്പോയനെ. സാർ അവിടെ എന്റെ പേര് പറഞ്ഞിരുന്നോ? ഇല്ല ജെസ്സി, ആ തിരക്കിൻ്റെ ഇടയിൽ അത് പറയാൻ വിട്ടുപോയി. അല്ല സാർ, ജെസ്സിയും കൂടെ ആണല്ലോ ഇത് ചെയ്തത്. ഇനി അല്ല, അപ്പോ ജെസ്സിക്ക് ഒരു പങ്കുണ്ടല്ലോ. അല്ല, അതിനു വേണ്ടിയിട്ടാണല്ലോ നമ്മളിപ്പോൾ ഈ ഇവിടെ കൂടിയിരിക്കുന്നത്. പക്ഷേ സത്യത്തിൽ എനിക്ക് അവിടെ വെച്ച് ക്രിസ്റ്റ്യനെ ഒരുപാട് മിസ് ചെയ്തു. ക്രിസ്റ്റ്യന്റെ പേര് ഞാൻ അവിടെ വെച്ച് പറഞ്ഞായിരുന്നു. അതെ, ഞങ്ങൾ ആരും എന്തായാലും ക്രിസ്റ്റ്യനെ മിസ് ചെയ്തില്ല. മിസ് ചെയ്യത്തില്ല, കാരണം പണിയെടുക്കുന്നവരെ കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാറില്ലല്ലോ. അയ്യോ, അത് സാറിന് അറിയാത്തത് കൊണ്ടാണ്. ക്രിസ്റ്റ്യനെ ഞങ്ങൾക്ക് തന്ന പണി നല്ലോണം ഓർമ്മയുണ്ടാവും നമുക്ക് അല്ലേ?